പിയേഴ്സൺ ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയാണ് എന്നുള്ളതാണ്. അപ്പോൾ CPIM-നെ വേണമെങ്കിൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പരമാവധി വിമർശിക്കാം എന്നുള്ളതിനപ്പുറത്ത് അത് വലതുപക്ഷ നയ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന വിമർശനം അർഹിക്കുന്നുണ്ടോ? ഇപ്പോൾ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ഇതിനു മുമ്പ് എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായി ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഭരണ പാർട്ടി എന്നുള്ള നിലയിലുള്ള ചില നയസൂചകങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പുതിയ കാലത്തോട് ചേർന്ന് പോവുക എന്നുള്ളത് ഗുരുതരമായൊരു വ്യതിചലനമായി, ഒരു വലത് വ്യതിയാനമായി താങ്കളെപ്പോലുള്ള ആളുകൾ കാണുന്നുണ്ടോ? അല്ല, ഓരോ കാലത്തിനും അനുസരിച്ച് മാത്രമേ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ CPM-നെയും അതേപോലെ തന്നെ CPM നയിക്കുന്ന കേരളത്തിലെ സർക്കാരുകളെയും വ്യത്യസ്തമാക്കിയിരുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എനിക്കുവിനെ സംസാരിച്ച രാഷ്ട്രം സൂചിപ്പിച്ചതുപോലെ അതൊരു ബാലൻസ്ഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. അതായത് നമുക്ക് വികസനം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുതലാളിത്ത പാതയിലൂടെ അല്ലെങ്കിൽ വലത് പാതയിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ചുമതല എന്ന് പറയുന്നത് അത് വരുന്ന സമയത്ത് തന്നെ അതിനാൽ ആർക്കൊക്കെയാണോ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്നത്, ആരൊക്കെയാണോ അതിനാൽ ഇരകളായിത്തീരുന്നത്, ആ ഇരകൾക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. ആ മനോഭാവം നഷ്ടപ്പെടുന്ന സമയത്താണ് പലപ്പോഴും പാർട്ടി നയിക്കുന്നതായിട്ടുള്ള സർക്കാരും വിമർശനത്തിന് വിധേയമാകുന്നത്. ഇപ്പോൾ പുതിയ നയങ്ങൾ, നിയോ ലിബറലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? സമൂഹത്തെ മൊത്തമായിട്ട് വിപണിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വിപണി മെക്കാനിസത്തിനനുസരിച്ചിട്ട് സമൂഹം അതിൻ്റെ ഇരയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിനെതിരെയാണ് നിരന്തരമായിട്ട് ഇടതുപക്ഷം പ്രവർത്തിക്കുകയും ഇടതുപക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നത്. അത് പല ഘട്ടങ്ങളിലും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ CPM നയിക്കുന്നതായിട്ടുള്ള സർക്കാരും CPM എന്ന് പറയുന്ന പാർട്ടിയും വിമർശനത്തിന് വിധേയമാകുന്നത്. അപ്പോൾ എല്ലാം ശരിയായി എന്ന നിലക്കുള്ള പോക്ക് എന്ന് പറയുന്നത് അപകടകരമാണ്. സ്വയം വിമർശനപരമായിട്ട് അതിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകൾ തിരുത്തണം. ഇപ്പോൾ വിദേശ സർവകലാശാലകളെ സ്വീകരിക്കുന്നു. നമ്മളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദേശ സർവകലാശാലകളെ ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ അതിലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്തിനാണ് വിദേശത്ത് പോകുന്നത് എന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയല്ല. അവർ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് പോകുന്നവരാണ്. ഇവിടെ വിദേശ സർവകലാശാല കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അവർ പോകാതിരിക്കും എന്ന് നമ്മളൊരിക്കലും കരുതാൻ പാടില്ല. അത് വലിയ തരത്തിൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതിൽ വന്നിരിക്കുന്ന ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം നമ്മളുടെ മികച്ചതാണ് എങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നമ്മൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ളതായിട്ടുള്ള മേഖലകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് തിരുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.